നമസ്കാരം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ്. ഒരുപാട് ഫോർമുലകൾ വരുന്ന ഒരു ക്ലാസ്സാണ്. ഫോർമുലകളെ പറ്റി പറയാനുള്ളത് പഠിക്കുമ്പോൾ എഴുതി പഠിക്കട്ടോ. പേപ്പർ എടുത്തിട്ട് അത് നോട്ടിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് എഴുതിയ പേപ്പറിൽ ന്യൂസ് പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ കാണാതെ എഴുതാൻ അറിയണം, എന്നാലേ പഠിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെഷനിൽ വരുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുല എന്നാണ് ഞാൻ ഹെഡിങ് എഴുതിയത്. എവിടെയാണ് അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്നത്? സൈന്, കോസ്, ടാന്, ഇങ്ങനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ബ്രാക്കറ്റിൽ ആംഗിൾസിൻ്റെ സമ്മ് അഥവാ അഡീഷൻ, ഡിഫറൻസ്, സബ്ട്രാക്ഷൻ ഇത് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റിൽ ഡിറൈവ് ചെയ്ത് വെച്ചൊരു ഫോർമുല ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ കോസ് ഓഫ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്, അവിടെ നമ്മൾ ആൽഫ ബീറ്റ എന്ന സിമ്പൽ ഉപയോഗിച്ചത്. കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ. ഈ നമ്മൾ കൂടുതൽ ഫോർമുലകൾ, ഇത് കോസിന് മാത്രം പോരാ, ഇത് സൈനും ടാനിനൊക്കെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആൽഫ ബീറ്റ വിട്ടിട്ട് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാൻ പറ്റിയ ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ എ ബി ആയിക്കോട്ടെ. ആദ്യത്തെ രണ്ട് ലെറ്റർ പറയാൻ വേണ്ടി എളുപ്പത്തിനാണ് ഏത് ലെറ്ററും ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഇവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഫോർമുലയാണ്. ഇത് നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ എ ബി വെച്ചിട്ടാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. സൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സം ഓഫ് ടു നമ്പേഴ്സ് അഡീഷൻ ഓഫ് എ ആൻഡ് ബി, ഇതിൻ്റെ ഫോർമുല. ഇത് ആദ്യം തന്നെ ഞാൻ പറയാം. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. ഇങ്ങനെ കിട്ടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. സൈൻ എ പ്ലസ് ബി, സൈൻ എ പ്ലസ് സൈൻ ബി കിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ ഈക്വൽ ടു നമ്പർ 5/6 ആണ്, അഥവാ 30 ഡിഗ്രിയാണ്. പരിചയമുള്ള എടുക്കാം കേട്ടോ. ബി ഈക്വൽ ടു 5/3 ആണ്, അത് ഡിഗ്രിയിൽ പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവരുടെ സമ്മ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് 90 ഡിഗ്രി. സൈൻ ഓഫ് 90 ഡിഗ്രി നിങ്ങൾക്ക് അറിയാം 1 ആണ്. ഇനി നമ്മൾ സൈൻ എ പ്ലസ് സൈൻ ബി ഒന്ന് നോക്കാം. സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുമ്പോൾ സൈൻ 30 ഡിഗ്രി പ്ലസ് സൈൻ 60 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി 1/2 പ്ലസ് സൈൻ 60 ഡിഗ്രി √3/2. 1/2 പ്ലസ് √3/2, അത് 1 പ്ലസ് √3 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇതെന്തായാലും 1 അല്ല. 1 പ്ലസ് √3/2 ഒരിക്കലും 1 അല്ല. ഇവിടെ കിട്ടിയത് 1 ആണ്. അപ്പൊ സൈൻ എ പ്ലസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. അപ്പൊ ഇത് ഇങ്ങനെ പറ്റില്ല, ബ്രാക്കറ്റ് അങ്ങനെ തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താണ് നോക്കാം നമുക്ക്. സൈൻ എ പ്ലസ് സൈൻ ബി അല്ലാതെ ബുദ്ധിയായി. നമ്മുടെ കയ്യിൽ ആകെ ഒരു ഡെറിവേഷൻ, ഒരു ഫോർമുല ഉള്ളത്. അതാർക്കാണ്? കോസ് ഓഫ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഈ ആൽഫക്ക് ബീറ്റക്ക് പോലെ ഏത് നമ്പറും എടുക്കാം, ഏത് ലെറ്ററും എടുക്കാം. പിന്നെ പറഞ്ഞിരുന്ന ഒരു വിഷയമുണ്ട്. ഒരു ആംഗിളിന്റെ സൈന് കാണുന്നതിന് പകരം വേറൊരു ആംഗിളിന്റെ കോസ് കണ്ടാൽ മതി. ആ വേറൊരു ആംഗിൾ ഏതായിരുന്നു? തീറ്റയുടെ സൈന് അതിന്റെ കോംപ്ലിമെന്ററി ആംഗിളിന്റെ കോസാ അല്ലേ? തീറ്റന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആണ് 90 ഡിഗ്രി മൈനസ് തീറ്റ. അപ്പൊ സൈൻ തീറ്റ ഈസ് സെയിം ആസ് കോസ് ഓഫ്, നമ്മൾ കണ്ടതാ സ്പെഷ്യൽ റിഡക്ഷൻ ഫോർമുലയിൽ, കോസ് ഓഫ് 90 ഡിഗ്രി മൈനസ് തീറ്റ. ആ തീറ്റക്ക് പകരം നിങ്ങൾ എ പ്ലസ് ബി വിചാരിക്കുക. എ പ്ലസ് ബി ഒരു തീറ്റ വിചാരിക്കുക. അപ്പൊ സൈൻ ഓഫ് എ പ്ലസ് ബിനെ നമ്മൾ കോസിലേക്ക് കൊണ്ടുപോവാണ്. അത് കോസ് ഓഫ് 90 ഡിഗ്രി മൈനസ് ഓഫ് ദിസ് നമ്പർ എ പ്ലസ് ബി. എ പ്ലസ് ബിക്ക് പകരം തീറ്റക്ക് പകരം എ പ്ലസ് ബി എടുത്താൽ മതി. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 90 ഡിഗ്രി മൈനസ് ഓഫ് എ പ്ലസ് ബി. അപ്പൊ എന്തിനാ കോസിലേക്ക് കൊണ്ടുപോയെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? നമ്മുടെ കയ്യിൽ കോസിന്റെ കേസിൽ ഒരു എക്സ്പാൻഷൻ ചെയ്ത് വെച്ചതുണ്ട്. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി നോക്കിക്കോ. കോസ് ഓഫ് 90 ഡിഗ്രി മൈനസ് എ ബ്രാക്കറ്റ് തുറന്നപ്പോൾ മൈനസ് ബി ഈക്വൽ ടു കോസ് ഓഫ് 90 ഡിഗ്രി മൈനസ് എനെ ഒരു ടീമായിട്ട് ഒന്നായിട്ട് വിചാരിക്ക്, മൈനസ് ബിനെ രണ്ടാമത്തായിട്ട് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഞാൻ ആ ബോക്സിൽ വരച്ച ഫോർമുല ഉപയോഗിക്കുക. ഈ 90 ഡിഗ്രി മൈനസ് എനെ മക്കൾ ആൽഫ എന്ന് വിചാരിച്ചോ, മൊത്തത്തിൽ ആൽഫ വിചാരിച്ചോ. ഈ ബീനെ ബീറ്റ എന്ന് വിചാരിക്കുക. എന്നിട്ട് എക്സ്പാൻഡ് ബൈ യൂസിങ് ദ അബവ് ഫോർമുല. അപ്പൊ ഇത് കോസ് ആൽഫക്ക് പകരം 90 ഡിഗ്രി മൈനസ് എ ഇൻറ്റു കോസ് ബീറ്റക്ക് പകരം ബി പ്ലസ് സൈൻ 90 ഡിഗ്രി മൈനസ് എ ഇൻറ്റു സൈൻ ബി.
ഇനി ഇവിടെ നമ്മൾ 90 ഡിഗ്രി മൈനസ് എ എന്നത് നേരത്തെ സ്പെഷ്യൽ റിഡക്ഷൻ ഫോർമുലയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോസ് 90 ഡിഗ്രി മൈനസ് എ എന്ന് പറഞ്ഞാൽ അത് സൈൻ എ ആണ് ഇൻറ്റു കോസ് ബി ഇവിടെ എഴുതാം പ്ലസ് സൈൻ 90 ഡിഗ്രി മൈനസ് എ, സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. അപ്പൊ സൈൻ 90 ഡിഗ്രി മൈനസ് എ ആവുമ്പോൾ അത് കോസ് എ ആവും, കോസ് എ ഇൻറ്റു സൈൻ ബി. അപ്പൊ അതാണ് ഫോർമുല. എന്താണ്? സൈൻ ഓഫ് എ പ്ലസ് ബി, എയും ബിയും എനി നമ്പേഴ്സ്. അപ്പൊ സൈനിനുള്ളിൽ രണ്ടെണ്ണത്തിന്റെ അഡീഷൻ വന്നാൽ അത് തുറക്കുമ്പോൾ സൈൻ എ പ്ലസ് സൈൻ ബി എന്നല്ല, സൈൻ എ ഇൻറ്റു കോസ് ബി, സൈൻ എ എന്ന നമ്പർ ഇൻറ്റു കോസ് ബി എന്ന നമ്പർ കഴിഞ്ഞില്ല, പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. അപ്പൊ സൈൻ എ പ്ലസ് ബി കാണാൻ സൈൻ എയും സൈൻ ബിയും മാത്രം പോരാ, സൈൻ എയും സൈൻ ബിയും കോസ് എയും കോസ് ബിയും ഉണ്ടെങ്കിലാണ് സൈൻ എ പ്ലസ് ബി കിട്ടുക. ഫോർമുല സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. അപ്പൊ സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആണെങ്കിൽ സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇനി ഇത് നമുക്ക് സൈൻ്റെ സബ്ട്രാക്ഷൻ ഉണ്ടാക്കാം. ശ്രദ്ധിച്ചു, സൈൻ ഓഫ് എ പ്ലസ് ബിക്ക് പകരം എ മൈനസ് ബി വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ എ മൈനസ് ബിനെ എ പ്ലസ് മൈനസ് ബി എഴുതാലോ, അങ്ങനെ എഴുതാലോ. സൈൻ ഓഫ് എ പ്ലസ് മൈനസ് ബി എ മൈനസ് ബി ആണ്. എന്നിട്ട് ഈ ഫോർമുല ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. എക്ക് പകരം എ തന്നെ, ബിക്ക് പകരം മൈനസ് ബി എടുക്കുക. അപ്പോൾ ബി ഉള്ളിടത്തൊക്കെ മൈനസ് ബി കൊടുത്താൽ അത് സൈൻ എ ഇൻറ്റു കോസ് ഓഫ് ബിക്ക് പകരം മൈനസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ഓഫ് ബിക്ക് പകരം മൈനസ് ബി. ക്ലിയർ അല്ലേ? ഇനി അത് നമ്മൾ മൈനസിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റിഡക്ഷൻ ഫോർമുല ഫോർ മൈനസ് തീറ്റ. രണ്ടാൾ മൈനസിന് ഒഴിവാക്കും, ബാക്കി നാലാൾ പുറത്തേക്ക് വെക്കും. കോസും സീക്കും മൈനസിനെ കളയലാണ്, ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് എടുക്കും. അപ്പൊ ഈ കോസ് മൈനസ് ബി കോസ് ബി തന്നെയാണ്. അപ്പൊ അവിടെ കോസ് ബി എഴുതിയാൽ മതി. അപ്പൊ സൈൻ എ ഇൻറ്റു കോസ് ബി. പക്ഷെ ഈ സൈൻ മൈനസ് ബി മൈനസ് ഓഫ് സൈൻ ബി ആവും, അത് വന്നിട്ട് ഈ പ്ലസിന് അത് മൈനസ് ആക്കും. അപ്പൊ ഇത് മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. അതാണ് ഫോർമുല. അപ്പൊ എന്താണ് സൈനിന്റെ സബ്ട്രാക്ഷൻ ഫോർമുല? സൈൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. എന്താ വ്യത്യാസം വന്ന് നോക്കിയേ. സൈൻ എ പ്ലസ് ബിയിൽ നിന്ന് സൈൻ എ മൈനസ് ബിയിലേക്ക് പോയപ്പോൾ സൈൻ എ പ്ലസ് ബി ആയപ്പോൾ സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. ആ പ്ലസിന്റെ അവിടെ മൈനസ് ആയിട്ടുണ്ട്. ഓർത്ത് വെക്കുക, ചേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓർത്ത് വെക്കുക, എഴുതി പഠിക്കുക. അപ്പൊ സൈനിന്റെ അഡീഷൻ ഫോർമുല, സബ്ട്രാക്ഷൻ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് കോസിന്റെ അഡീഷനിലേക്ക് വരാം. കോസ് ഓഫ് എ പ്ലസ് ബി. നമ്മുടെ കയ്യിൽ കോസിന്റെ സബ്ട്രാക്ഷൻ നേരത്തെ ഉണ്ട്. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്താൽ ഞാനിതിനെ എ പ്ലസ് ബിനെ എഴുതുന്നു നോക്കിട്ടോ. എ പ്ലസ് ബിനെ എ മൈനസ് മൈനസ് ബി എഴുതാലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ആൽഫക്ക് പകരം എ എടുക്കുക, ബീറ്റക്ക് പകരം മൈനസ് ബി എടുക്കുക, എന്നിട്ട് ഈ ഫോമിൽ ഉപയോഗിക്കാം. അപ്പൊ കോസ് എ ഇൻറ്റു കോസ് മൈനസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബീറ്റക്ക് പകരം മൈനസ് ബി. ഇത് ഉപയോഗിച്ചു കേട്ടോ. ഇതിൽ ആൽഫക്ക് പകരം എ, ബീറ്റക്ക് പകരം മൈനസ് ബി. ഇനി മൈനസിൻ്റെ ചർച്ച ചെയ്യും. കോസ് മൈനസ് ബി കോസ് ബി എന്നല്ലേ. അപ്പൊ ഇത് കോസ് എ ഇൻറ്റു കോസ് ബി. ഈ സൈൻ മൈനസ് ബി മൈനസ് ഓഫ് സൈൻ ബി പുറത്തു വരും. അപ്പൊ ഈ പ്ലസ് അത് മൈനസ് ആവും. അപ്പൊ മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പൊ എന്താണ് കോസ് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, കോസിൻ്റെ ഉള്ളിൽ ഡിഫറൻസ് വന്ന് സമ്മ് വന്നാൽ കോസ് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ ഇൻറ്റു കോസ് ബി, പിന്നെ അടുത്ത ടേം മൈനസ് ആണ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പൊ കോസ് എ പ്ലസ് ബി കാണാനും കോസ് എയും കോസ് ബിയും സൈൻ എയും സൈൻ ബിയും വേണം. എങ്ങനെയാണ് വരുന്നത്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി കേട്ടോ, മൈനസ് സൈൻ എ സൈൻ ബി. ഇനി കോസിന്റെ സബ്ട്രാക്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ആൽഫ ബീറ്റക്ക് പകരം എ ബി ആക്കി പറഞ്ഞാൽ അത് തന്നെയാണ് കോസിന്റെ സബ്ട്രാക്ഷൻ വരുന്നത്. കോസ് ഓഫ് എന്ന് പറഞ്ഞു നോക്കിയേ, ആൽഫക്ക് പകരം എയും ബീറ്റക്ക് പകരം ബി ആക്കിയാൽ കോസ് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ
ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. കണ്ടോ? കോസിന്റെ സബ്ട്രാക്ഷൻ ഫോർമുല. നേരത്തെ ആൽഫ ബീറ്റ ഉള്ളത് എ ബി ആക്കി. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്യാം. കോസും സൈനും അഡീഷൻ സബ്ട്രാക്ഷൻ ഫോർമുല വന്നു. അപ്പൊ കോസിന്റെ കേസിൽ കോസ് ഓഫ് എ പ്ലസ് ബി ആവുമ്പോൾ എക്സ്പാൻഷൻ ഇവിടെ മൈനസ് ആ. കോസ് ഓഫ് എ മൈനസ് ബി ആവുമ്പോൾ ഇവിടെ പ്ലസ് ആ. സൈൻ്റെ കേസിൽ പ്ലസിന് ഇവിടെ പ്ലസും മൈനസിന് മൈനസും ആ. പിന്നെ സൈൻ്റെ കേസിൽ മിക്സ് ചെയ്താൽ വരുന്നത് സൈൻ ഇൻറ്റു കോസ്, കോസ് ഇൻറ്റു സൈൻ അങ്ങനെയായിട്ട് വന്നു. എന്നാൽ കോസിന്റെ കേസിൽ കോസ് ഇൻറ്റു കോസ് ആദ്യത്തെ ടേം, സൈൻ ഇൻറ്റു സൈൻ അടുത്ത ടേം. അങ്ങനെ കമ്പയർ ചെയ്യാം. കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ആണ് കോസ് ഓഫ് എ പ്ലസ് ബി. പ്ലസ് വരുമ്പോൾ മൈനസ് ആണ്. കോസ് ഓഫ് എ മൈനസ് ബി ആകുമ്പോൾ കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ആണ്. എഴുതി പഠിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ബോക്സിൽ വരക്കുന്നതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഡെറിവേഷൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചോദിക്കലില്ല. പക്ഷെ ഒരു ഫോർമുല പഠിക്കുമ്പോൾ ഇതെങ്ങനെ വന്നതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ നമുക്കത് മനസ്സിൽ നിൽക്കും. ഇപ്പൊ സൈനും കോസും അഡീഷനും സബ്ട്രാക്ഷനും വന്നു. ഇനി നമുക്ക് ടാനും കോട്ടും കൂടി വേണം. കൊസീക്ക് സീക്ക് വന്നാൽ അത് സൈനും കോസും ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. ടാന്റെ കേസിലേക്ക് വരാം. ടാൻ തീറ്റ എന്തായിരുന്നു? കോഷ്യന്റ് റിലേഷൻ സൈൻ തീറ്റ ബൈ ഒരു ആംഗിളിന്റെ ടാന് കാണുന്നതിന് പകരം അതിന്റെ സൈന് കണ്ട് ഡിവൈഡ് ബൈ കോസ് കൊണ്ട് ചെയ്താൽ മതി. അപ്പൊ ടാൻ ഓഫ് തീറ്റക്ക് പോലെ എ പ്ലസ് ബി ടു ആയിക്ക് ടാൻ ഓഫ് എ പ്ലസ് ബി is equal to സൈൻ ഓഫ് എ പ്ലസ് ബി ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എ പ്ലസ് ബി. ക്ലിയർ അല്ലേ? ഇനി എക്സ്പാൻഡ് ചെയ്യും. സൈൻ എ പ്ലസ് ബി ഇതാ സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. അപ്പൊ സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് ബി കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. ഇങ്ങനെ വെച്ചാൽ പോരാ. നമുക്കിതിനെ കംപ്ലീറ്റ് ടാനെയും ടാൻ ബിയും ആക്കി മാറ്റാൻ പറ്റും. അതിന് ഇതിന്റെ മേലും തായും ഈ കോഷ്യന്റിന്റെ മേലും തായും ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണെന്നറിയോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡിങ് ബൈ ദ പ്രൊഡക്റ്റ് കോസ് എ ഇൻറ്റു കോസ് ബി. കോസ് എ ഇൻറ്റു കോസ് ബി കൊണ്ട് മേലും തായും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് സൈൻ എ ഇൻറ്റു കോസ് ബി ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു കോസ് ബി ഇവിടെ ഡിവൈഡ് ചെയ്തു പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി ഡിവൈഡഡ് ബൈ ഇവിടെ ഡിവൈഡ് ചെയ്യുക കോസ് എ ഇൻറ്റു കോസ് ബി. അപ്പൊ താഴെ ഡിവൈഡ് ചെയ്യണോ അല്ലെങ്കിൽ ചേഞ്ച് വരും? താഴെ ഡിവൈഡ് ചെയ്യണം. താഴെ കോസ് എ ഇൻറ്റു കോസ് ബി ആണ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ അത് തന്നെ കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു കോസ് ബി. ഈ ഒരു ഡിവിഷനോട് കൂടി ഇത് കംപ്ലീറ്റ് ടാനയും ടാൻ ബിയും ആയിട്ട് മാറുന്നത് കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഫസ്റ്റില് ഈ കോസ് ബി ക്യാൻസൽ ആയി പോകും. അപ്പോൾ അവിടെ ബാക്കിയുള്ളത് സൈൻ എ ബൈ കോസ് എ. സൈൻ എ ബൈ കോസ് എന്റെ പേരാണ് ടാൻ എ പ്ലസ് ഇവിടെ ഈ കോസ് എ മേലിതായി ഇൻറ്റുള്ളത് ക്യാൻസൽ ആവും. സൈൻ ബി ബൈ കോസ് ബി അത് ടാൻ ബി. അപ്പൊ ന്യൂമറേറ്ററിൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ ഇവിടെ ഒരേ നമ്പർ മേലിതായും ഒക്കെ ഉള്ളത്. അപ്പൊ അത് 1 ആവും. ക്യാൻസൽ ചെയ്ത് പോയാൽ 1 ആവും. മൈനസ് ഇവിടെ ഒന്നും ക്യാൻസൽ ആവില്ല. പകരം സൈൻ എ ബൈ കോസ് എ അതിന് നമുക്ക് ടാൻ എന്ന് വായിക്കാം. ഇൻറ്റു ആണ്. ഇൻറ്റു സൈൻ എ ബൈ കോസ് എ ടാൻ എ ഇൻറ്റു വീണ്ടും ഇൻറ്റു ആയിട്ട് സൈൻ ബി ബൈ കോസ് ബി. സൈൻ ബി ബൈ കോസ് ബി ടാൻ ബി. ഇതാണ് ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുല. ടാൻ ഓഫ് എ പ്ലസ് ബി ടാൻ്റെ അഡീഷൻ ഫോർമുല ടാൻ എ പ്ലസ് ടാൻ ബി ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ടാൻ എ പ്ലസ് ബി is equal to ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ടാൻ എക്സ് പ്ലസ് വൈ ആണ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഇവിടെ ഒരു പ്രത്യേകത ടാൻ എ പ്ലസ് ബി കാണാൻ ടാൻ എയും ടാൻ ബിയും മാത്രം മതി. സൈൻ എ പ്ലസ് ബി കാണാൻ സൈൻ എയും സൈൻ ബിയും മാത്രം പോരാ, കോസ് എയും കോസ് ബിയും കൂടി വരുന്നുണ്ട്. കോസ് എ പ്ലസ് ബി കാണാനും കോസ് എ കോസ് ബി മാത്രം പോരാ, സൈൻ എ സൈൻ ബിയും ആണ്. എന്നാൽ ടാൻ എ പ്ലസ് ബി നമ്മൾ ഫോമിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ ടാൻ എയും ടാൻ ബിയും മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ടാൻ എ പ്ലസ് ബി കാണാൻ ടാൻ എയും ടാൻ ബിയും ഉണ്ടായാൽ മതി എന്നർത്ഥം. ഇനി ഇതിന്റെ മൈനസിലേക്ക് വരാം. ടാൻ്റെ സബ്ട്രാക്ഷൻ ഫോർമുല നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുകയാണ്.
എ മൈനസ് ബിനെ ഞാൻ എ പ്ലസ് മൈനസ് ബി എന്ന് എഴുതി, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് തൊട്ട് മുമ്പുള്ള ഈ ബോക്സിൽ ബി ഉള്ളിടത്തൊക്കെ മൈനസ് ബി കൊടുത്താൽ ടാൻ എ പ്ലസ് ടാൻ ഓഫ് മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ഓഫ് മൈനസ് ബി. ഇനി ടാൻ മൈനസ് തീറ്റ എന്തായിരുന്നു? ടാൻ മൈനസ് തീറ്റ മൈനസ് ഓഫ് ടാൻ തീറ്റയാണ്. അപ്പൊ ആ മൈനസ് പുറത്തു വരും. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ എ, ഈ മൈനസ് മുന്നിലേക്ക് വരും, അപ്പോൾ പ്ലസ് മൈനസ് ആവും. ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ, ഈ മൈനസ് ഇവിടെ വരുമ്പോൾ 2 മൈനസ് 1 പ്ലസ് ആവും, 1 പ്ലസ് ആവും ടാൻ എ ഇൻറ്റു ടാൻ ബി. ദാറ്റ് ഇസ് എ ഫോർമുല ടു ബൈ ഹാർട്ട്. ടാൻ്റെ സബ്ട്രാക്ഷൻ ഫോർമുല വരുന്നത് ടാൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ടാൻ എ പ്ലസ് ബി നിന്നും ടാൻ എ മൈനസ് ബിയിലേക്ക് പോയപ്പോൾ എന്താണ് മാറ്റം ഉണ്ടായത്? മേലുള്ള മൈനസ് പ്ലസ് ആയി, താഴെയുള്ള മേലുള്ള പ്ലസ് ഇവിടെയുള്ള പ്ലസ് മൈനസ് ആയി, ഈ മൈനസ് പ്ലസ് ആയി. അപ്പോൾ ടാൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ മൈനസ് ടാൻ ബി പോരാ, ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ടാൻ എ മൈനസ് ബി കാണാൻ ടാൻ എയും ടാൻ ബിയും മതി. ഓക്കെ, ദെൻ നമുക്ക് കോട്ടും കൂടി വേണം കേട്ടോ. കോട്ട് എ പ്ലസ് ബിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് 1 ബൈ ടാൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ഇത് കോസ് എ പ്ലസ് ബി ന്യൂമറേറ്ററിൽ എഴുതാം ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ പ്ലസ് ബി. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ കണ്ട ഫോർമുല പ്രകാരം എക്സ്പാൻഡ് ചെയ്യുക. കോസ് എ പ്ലസ് ബി കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി, അതായിരുന്നു ഫോർമുല. ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് ബി സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. ഇത് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ടാനിലേക്ക് മാറ്റിയ പോലെ ഇത് കംപ്ലീറ്റ് കോട്ടയും കോട്ട് ബിയും കൊണ്ടുവരാൻ കഴിയും. അതിന് ഇതിന്റെ മേലെ താഴെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക ബൈ ദ പ്രൊഡക്റ്റ് സൈൻ എ ഇൻറ്റു സൈൻ ബി. നേരത്തെ നമ്മൾ കോസ് എ ഇൻറ്റു കോസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം സൈൻ എ ഇൻറ്റു സൈൻ ബി കൊണ്ട് ഓരോ ടേമിനും മേലെ താഴെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ ഫസ്റ്റ് ടേമിൽ കോസ് എ ഇൻറ്റു കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി, അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓൾ ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഫസ്റ്റത്തെ ഒന്നും ക്യാൻസൽ ആവില്ല. കോസ് എ ബൈ സൈൻ എ, അപ്പൊ അത് കോട്ടയാവും. ഇൻറ്റു വീണ്ടും കോസ് ബി ബൈ സൈൻ ബി കോട്ട് ബി മൈനസ് ഇവിടെ ഈ നമ്പർ മൊത്തം മേലെന്തായി ഒരേ നമ്പർ ക്യാൻസൽ ആകുമ്പോൾ 1 ആവും. അത് ക്യാൻസൽ ആകുമ്പോൾ 1 ആവും ഡിവൈഡഡ് ബൈ ഇതില് ഈ സൈൻ എ പോകും. കോസ് ബി ബൈ സൈൻ ബി ആണ് കോട്ട് ബി പ്ലസ് ഇവിടെ ഈ സൈൻ ബി ക്യാൻസൽ ആവും. കോസ് എ ബൈ സൈൻ എ കോട്ട് എ. സോ ദാറ്റ് ഈസ് എ ഫോർമുല. കോട്ടിന്റെ അഡീഷൻ ഫോർമുല കോട്ട് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോട്ട് എ എന്ന നമ്പർ ഇൻറ്റു കോട്ട് ബി എന്ന നമ്പർ, അതിന് 1 മൈനസ് ചെയ്യുക, കഴിഞ്ഞില്ല, ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. അപ്പൊ കോട്ട് എ പ്ലസ് ബി കാണാൻ കോട്ടയും കോട്ട് ബിയും മാത്രം മതി കേട്ടോ. കോട്ട് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോട്ട് എ ഇൻറ്റു കോട്ട് ബി മൈനസ് 1 ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ താഴെ കോട്ട് ബി പ്ലസ് കോട്ട്. അപ്പൊ കോട്ട് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. അതിന്റെ സബ്ട്രാക്ഷൻ നോക്കാം. കോട്ട് ഓഫ് എ മൈനസ് ബി, ഞാൻ ഇതിന് ചെയ്യുന്നത് എ മൈനസ് ബിനെ എ പ്ലസ് മൈനസ് ബി എഴുതി. തൊട്ട് മുകളിലെ ബോക്സിലുള്ള ഈ ഫോർമുലയിൽ ബി കാണുന്നിടത്തൊക്കെ മൈനസ് ബി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കോട്ട് എ ഇൻറ്റു കോട്ട് മൈനസ് ബി മൈനസ് അവിടെയുള്ള 1 ഡിവൈഡഡ് ബൈ കോട്ട് മൈനസ് ബി പ്ലസ് കോട്ട് എ ഈക്വൽ ടു കോട്ട് മൈനസ് തീറ്റ. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് കോട്ട് മൈനസ് തീറ്റ മൈനസ് കോട്ട് തീറ്റയാണ്. അപ്പോൾ ഈ മൈനസ് ഇറങ്ങി വരും മുന്നോട്ട്. അപ്പോൾ മൈനസ് കോട്ട് എ ഇൻറ്റു
കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ മൈനസ് അവിടെ പുറത്ത് വരും മൈനസ് കോട്ട് ബി പ്ലസ് കോട്ട് എ. ഇതൊന്നും കൂടി വൃത്തിയാക്കാം നമുക്ക്. എന്താ ചെയ്യാമെന്ന് വെച്ചാൽ മേലെ രണ്ട് ടേം മൈനസ് അല്ലേ, അതിനൊരു മൈനസ് ഓഫ് പുറത്തെടുക്കുന്നു. മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ കോട്ട് എ ഇൻറ്റു കോട്ട് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ താഴെന്നൊരു മൈനസ് ഞാൻ എടുത്തിട്ട് ബ്രാക്കറ്റിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. ഇത് മൈനസ് ആണുള്ളത്, അപ്പോൾ ഇവിടെ കോട്ട് ബി എഴുതിയാൽ മതി. കോട്ട് ബി ഇതിവിടെ പ്ലസ് ആണ്, മൈനസ് ഓഫ് പുറത്ത് വെച്ച സ്ഥിതിക്ക് ഈ ബ്രാക്കറ്റിലൂടെ മൈനസ് എഴുതിയാൽ മതി. അപ്പൊ അത് മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ മേലെ താഴെ മൈനസ് വന്ന സ്ഥിതിക്ക് ക്യാൻസൽ ചെയ്യാം. സോ ലാസ്റ്റ് ആൻസർ ഈസ് കോട്ട് എ ഇൻറ്റു കോട്ട് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി മൈനസ് കോട്ട് എ. ഈ മൈനസ് മേലെ താഴെ ഒഴിവാക്കാം. അപ്പൊ നിങ്ങൾ നോക്ക്, കോട്ട് ഓഫ് എ മൈനസ് ബി ഉണ്ടായപ്പോൾ എന്താ വ്യത്യാസം? കോട്ട് ഓഫ് എ മൈനസ് ബിന്റെ ഫോർമുല ബൈഹാർട്ട് ചെയ്യേണ്ടത് കോട്ട് എ ഇൻറ്റു കോട്ട് ബി അതിന് പ്ലസ് 1 ആണ് ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് കോട്ട് ബി മൈനസ് കോട്ട് എ. മാറിപ്പോകുന്നത് കോട്ട് ബി മൈനസ് കോട്ട് എ. കോട്ട് എ പ്ലസ് ബി ആയപ്പോൾ കോട്ട് എ കോട്ട് ബി മൈനസ് 1 ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. അതിനെന്താ ചേഞ്ച് ഉണ്ടായത്? ഈ മൈനസ് പ്ലസ് ആയി, ഈ പ്ലസ് മൈനസ് ആയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോട്ട് എ പ്ലസ് കോട്ട് ബി എഴുതാതെ കോട്ട് ബി പ്ലസ് കോട്ട് എ തന്നെ എഴുതി വെച്ചത്. അത് വെച്ചുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ്. ഇത് വേണം ഇപ്പൊ കോട്ട് ബി പ്ലസ് കോട്ട് എ എഴുതിയത് കോട്ട് എ പ്ലസ് കോട്ട് ബി എഴുതിയാലും ഒരു കുഴപ്പമില്ല, കാരണം എ പ്ലസ് ബി തന്നെയാണ് ബി പ്ലസ് എ. പക്ഷെ മൈനസ് അങ്ങനെയല്ല, കോട്ട് ബി മൈനസ് കോട്ട് എ അല്ല, കോട്ട് എ മൈനസ് കോട്ട് ബി. അപ്പോ ഇത് തിരിച്ചെഴുതാൻ പറ്റൂല, അതുകൊണ്ട് ഇങ്ങനെ ഓർക്കാനുണ്ട് കേട്ടോ. ആദ്യം ബി പറഞ്ഞാൽ മതി. കോട്ട് എ പ്ലസ് ബി ആവുമ്പോൾ കോട്ട് എ കോട്ട് ബി മൈനസ് 1 ഡിവൈഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ. കോട്ട് എ മൈനസ് ബി കോട്ട് എ കോട്ട് ബി പ്ലസ് 1 ബൈ കോട്ട് ബി മൈനസ് കോട്ട് എ. അപ്പൊ കോട്ട് എക്സ് മൈനസ് വൈ ആണെങ്കിൽ കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ പ്ലസ് 1 ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. ലെറ്ററിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, ഏത് ലെറ്റർ ഉപയോഗിച്ചും പറയാം. അപ്പൊ നമ്മള് സൈനിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, കോസിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, ടാനിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, കോട്ടിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, അങ്ങനെ 6 ഫോർമുലകൾ പറഞ്ഞു. 6 8 ഫോർമുലകൾ പറഞ്ഞു. സൈനിൻ്റെത് 2 കോസിന്റെ 2 ടാനിന്റെ 2 കോട്ടിന്റെ 2. ഇനി നിങ്ങൾ ചോദിക്കും കൊസീക്ക് സീക്കിന് ഇങ്ങനെ ഫോർമുല ഉണ്ടോ? അതിങ്ങനെ ഫോർമുല ഒരു ഓർഡറിൽ നമുക്ക് ഉണ്ടാക്കുന്നില്ല. അത് അഥവാ നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാ, കൊസീക്ക് എ പ്ലസ് ബിന്റെ ആവശ്യം വന്നു വിചാരിക്കുക. കൊസീക്ക് എ പ്ലസ് ബിന്റെ ആവശ്യം വന്നാൽ നിങ്ങൾ സൈൻ എ പ്ലസ് ബി കണ്ടാൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി, 1 ബൈ സൈൻ എ പ്ലസ് ബി ചെയ്താൽ മതി. അതേപോലെ സീക്കിന്റെ ആവശ്യം വന്നാൽ കോസ് കണ്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ ഒരു സംശയം ഉണ്ടാവുന്ന പിന്നെ കോട്ട് വന്നാൽ ടാൻ കണ്ട് റെസിപ്രോക്കൽ എടുത്താൽ പോരെ, അത് മതി. പക്ഷെ ഇങ്ങനെ ഫോർമുല പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ ഫോർമുല ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ 8 ഫോർമുലകൾ അഡീഷൻ സബ്ട്രാക്ഷൻ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും വരുന്ന കുറച്ച് സബായിട്ട് വരുന്ന റിസൾട്ടുകൾ അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരും. ആ ഫോർമുലയും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഈ സെഷന്റെ ഫോർമുലകൾ 8 പോരാ, ഞാൻ ഇനി ഇതിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ പഠിച്ചത് കുറച്ചെണ്ണം ഉണ്ടാക്കുകയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ നോട്ടായിട്ട് പറയാം. പക്ഷെ നോട്ടായിട്ട് പറഞ്ഞ ഫോർമുലകൾ അവസാനം ബോക്സിലാക്കും, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഒന്നാമത്തത്, ഇങ്ങനൊരവസ്ഥ നമുക്ക് ആവശ്യം ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി സിംപ്ലിഫൈ ചെയ്തിട്ടൊരു ഫോർമുലയിൽ എത്തുന്നുണ്ട്. നമുക്ക് കൊണ്ടുപോയി നോക്കാം. സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി രണ്ടും എക്സ്പാൻഡ് ചെയ്യാം. സൈൻ എ പ്ലസ് ബി ഫോർമുല കണ്ടത് സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി, ഒരു ബ്രാക്കറ്റിൽ ഇടുക, സൈൻ എ പ്ലസ് ബി. സൈൻ എ മൈനസ് ബി നമ്മൾ കണ്ടത് സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. ഇങ്ങനെ വെച്ചാൽ പോരാ, ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. നോക്കടാ, ഈ 2 ബ്രാക്കറ്റ് തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ പ്ലസ്, ഇവിടെ അതിന് മൈനസ്, ബാക്കിയൊക്കെ സെയിമാ. അപ്പൊ ഇതിപ്പോ ഇതൊരു എക്സ് വിചാരിച്ചോ, ഇതൊരു വൈ വിചാരിച്ചോ. അപ്പൊ ഇത് എക്സ് തന്നെയാണ്, ഇത് വൈ തന്നെയാണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ നിങ്ങൾക്ക് അറിയാം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആ. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വരിക, എക്സിന് പകരം സൈൻ എ ഇൻറ്റു കോസ് ബി, അതിന് ഹോൾ സ്ക്വയർ, മൈനസ് വൈക്ക് പകരം കോസ് എ ഇൻറ്റു സൈൻ ബി, അതിനും ഹോൾ സ്ക്വയർ. ഈ സൈൻ എ ഒരു നമ്പറാണ്, സൈൻ കോസ് ബി ഒരു നമ്പറാണ്. ഇപ്പൊ 2 ഇൻറ്റു 3 സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ കേട്ടോ. എ ഇൻറ്റു ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ.
അപ്പൊ ഇവിടെ സൈൻ എ ഇൻറ്റു കോസ് ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എ ഇൻറ്റു കോസ് ബിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ ബി മൈനസ് ഇവിടെ കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി ഈക്വൽ ടു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ സൈൻ സ്ക്വയർ എനെ ഇവിടെ നിർത്തിയിട്ട് ഈ കോസ് സ്ക്വയർ ബിനെ നമ്മളെ പൈതഗോറൻ റിലേഷൻ പ്രകാരം കോസ് സ്ക്വയർ ബിനെ 1 മൈനസ് സൈൻ സ്ക്വയർ ബി എന്ന് എഴുതാം മൈനസ് ഈ കോസ് സ്ക്വയർ എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഈ കോസ് സ്ക്വയർ എനെ 1 മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഇനി നമുക്ക് ബ്രാക്കറ്റ് തുറക്കാം. സൈൻ സ്ക്വയർ എ ഇൻറ്റു 1 സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി അപ്പൊ അതൊന്ന് ചുരുങ്ങിപ്പോയി. ഈ ടേം സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് അതിന്റെ പ്ലസ് ആണ് ലാസ്റ്റ് വന്നത്. അതങ്ങ് ക്യാൻസൽ ആയതോടുകൂടി നമ്മൾ എവിടെ എത്തി? സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ വൈ. ഇനി ഇതിന്റെ കോസ് കൂടി ഉണ്ടാക്കാം. സെക്കൻഡ് വൺ കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് എ പ്ലസ് ബി വരിക കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. കോസ് എ മൈനസ് ബി വന്നത് കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പൊ അത് നേരത്തെ പോലെ തന്നെയാണ്. എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. എക്സിന് പകരം കോസ് എ കോസ് ബി, വൈക്ക് പകരം സൈൻ എ സൈൻ ബി. അപ്പൊ അത് ഫോർമുല ഉപയോഗിക്കുമ്പോൾ കോസ് എ കോസ് ബിന്റെ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ എ സൈൻ ബിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് കൊടുക്കുമ്പോൾ കോസ് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ ബി മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഞാൻ ഈ കോസ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് ഈ കോസ് സ്ക്വയർ ബിനെ പൈതഗോറൻ റിലേഷൻ പ്രകാരം 1 മൈനസ് സൈൻ സ്ക്വയർ ബിനെ എഴുതി മൈനസ് ഈ സൈൻ സ്ക്വയർ എനെ 1 മൈനസ് കോസ് സ്ക്വയർ എനെ എഴുതി സൈൻ സ്ക്വയർ ബിനെ അവിടെ തന്നെ വെച്ചു. ഈ കോസ് സ്ക്വയർ ബിനെ 1 മൈനസ് സൈൻ സ്ക്വയർ ബി ബ്രാക്കറ്റിൽ ഈ സൈൻ സ്ക്വയർ എനെ 1 മൈനസ് കോസ് സ്ക്വയർ എ. ഈ ബ്രാക്കറ്റ് തുറന്നാൽ കോസ് സ്ക്വയർ എ ഇൻറ്റു 1 കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് സൈൻ സ്ക്വയർ ബി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഇവിടെ നേരത്തെ പോലെ ഈ മൈനസ് ടേം അതിന്റെ തന്നെ പ്ലസ് ടേമുമായിട്ട് ക്യാൻസൽ ആയി. എന്താ മക്കളെ ബാക്കിയുള്ളത്? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. അപ്പൊ കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ആ. കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ ബി അല്ല മാറി പോകുന്നത്. സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി ആകുമ്പോൾ സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ആണ്. എന്നാൽ കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ആണ് മാറിപ്പോകുന്നത്. ദെൻ മൂന്നാമത്തെ നോട്ട് ടാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ടാൻ ഓഫ് π/4 പ്ലസ് തീറ്റ അത് തന്നെയാണ് ടാൻ ഓഫ് 45 ഡിഗ്രി പ്ലസ് തീറ്റ. തീറ്റ ഏതെങ്കിലും നമ്പർ നമ്മൾ ടാൻ എ പ്ലസ് ബി പറഞ്ഞില്ലല്ലോ. ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. എക്ക് പകരം 45 എടുക്കൂ. അപ്പൊ ടാൻ ഓഫ് എക്ക് പകരം 45 പ്ലസ് ബിക്ക് പകരം തീറ്റ ടാൻ 45 ഡിഗ്രി പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ 45 ഡിഗ്രി ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ 45 ഡിഗ്രി നമുക്കറിയാം 1 ആണ്. 1 പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് 1 ഇൻറ്റു ടാൻ തീറ്റ ടാൻ തീറ്റ. അപ്പൊ ഇങ്ങനെ റിസൾട്ട് നിങ്ങൾ നേരിട്ട് ഓർത്ത് വെക്കുക. ടാൻ ഓഫ്
45 degree plus theta is equal to 1 plus tan theta numeratorൽ by 1 minus tan theta denominatorൽ. അത് tan 45 1 ആയതുകൊണ്ട് സംഭവിച്ചതാണ്. എന്നാലും ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇത് തേർഡ് വൺ, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഞാൻ ഫോർമുല മാത്രം പറയാം. tan ഓഫ് 45 ഡിഗ്രി മൈനസ് തീറ്റ വരിക. ഇവിടെ മൈനസ് ഒന്ന് പ്ലസും ആവും. അപ്പൊ ഇത് മൈനസും ഇവിടെ പ്ലസും ആവും. എന്താ വരിക? 1 മൈനസ് ടാൻ തീറ്റ ന്യൂമറേറ്ററിലേക്ക് പോകും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ തീറ്റ. അപ്പൊ നേരത്തെ പറഞ്ഞ 8 ഫോർമുല, പിന്നെ ഇപ്പൊ പറഞ്ഞ ഇത് 4ാമത്തെ നോട്ടാണ് വരിക. 4 എണ്ണം, 8 4 12 എണ്ണമായി. ഇനി NCERT പറയുന്നില്ലെങ്കിലും ചില ഉള്ളിലേക്കുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഒബ്ജക്റ്റീവ് മോഡലിലൊക്കെ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 5ാമത്തെ നോട്ട് ടാൻ്റെ കേസുള്ള ഒരു വിഷയമാണ്. ടാനകത്ത് എ പ്ലസ് ബിക്ക് പകരം 3 എണ്ണം, എ പ്ലസ് ബി പ്ലസ് സി 3 എണ്ണത്തിന്റെ സം വന്നാൽ ഇത് തൽക്കാലം നമ്മൾ എ പ്ലസ് ബിനെ 1ഉം സിനെ 2ഉം ആയിട്ട് എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് പറഞ്ഞുതരാം. ദൂരത്ത് വെച്ചാൽ മതി. ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് ടാൻ സി പോരാ, മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഇൻറ്റു ടാൻ സി ഓൾ ഡിവൈഡഡ് ബൈ താഴെ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി മൈനസ് ടാൻ ബി ഇൻറ്റു ടാൻ സി മൈനസ് ടാൻ സി ഇൻറ്റു ടാൻ എ. എങ്ങനെ വരുന്നത്? ടാൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആവുമ്പോൾ മേലെ ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് ടാൻ സി 3 പ്ലസ് ടേം മൈനസ് അവരുടെ പ്രൊഡക്റ്റ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഇൻറ്റു ടാൻ സി. ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ബൈ കഴിഞ്ഞ് ഡിനോമിനേറ്ററിൽ 1 പ്ലസ് പിന്നെ 3 മൈനസ് ടേം ആണ്. മൈനസ് ടാൻ എ ടാൻ ബി മൈനസ് ടാൻ ബി ടാൻ സി മൈനസ് ടാൻ സി ടാൻ എ. ഇത് കൂടി നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ന് കംപ്ലീറ്റ് ഫോർമുലകളാണ് പറഞ്ഞത്. ഇത്രയും ഫോർമുലകൾ നന്നായിട്ട് എഴുതി ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് നന്നായിട്ട് തെറവായാൽ മാത്രമേ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.